ചാലക്കുടി പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാഹന മോഷ്ടാക്കൾ. ഇത് പലപ്പോഴും നമ്മൾ വാഹനം എവിടെയെങ്കിലും ഏതെങ്കിലും കടയുടെ മുന്നിലൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചാവി അതുമ്പോൾ തന്നെ വെച്ചിട്ട് നമ്മൾ പോകും. ഇപ്പോൾ വരാമെന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, അത്യന്തം അപകടകരമായ സംഭവമാണ്. ഈ പറയുന്ന വാഹനങ്ങൾ മോഷ്ടിക്കപ്പെടാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് കാത്തു നിൽക്കുന്ന മോഷ്ടാക്കൾ ചാലക്കുടിയിലുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ, അതായത് വെള്ളിയാഴ്ച 1:30 പരിയാരം പോത്തിങ്ക പമ്പിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പോട്ട പയ്യപ്പള്ളി വീട്ടിൽ റിബിൻ എന്ന് പറയുന്ന ആളുടെ ബൊലേറോ പിക്കപ്പ് വാഹനം അത് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുകയാണ്. ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടമയായിട്ടുള്ള റിബിൻ ചാലക്കുടി പോലീസിനെ അറിയിച്ചു. ചാലക്കുടി പോലീസ് വളരെ കൃത്യമായി തന്നെ വലവിരിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ചാലക്കുടി പോലീസിന്റെ അതീവ സമർത്ഥപരമായിട്ടുള്ള ഇടപെടലിൽ ഈ മോഷ്ടാവിനെ പിടികൂടിയിരിക്കുകയാണ്. മോഷ്ടാവ് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള പരിയാരം പഞ്ചായത്തിലെ മുനിപ്പാറ കിഴക്കന്തല വീട്ടിൽ നസീർ 50 വയസ്സ് എന്നയാളെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതിയെ റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മോഷണങ്ങളുടെ നീണ്ട പരമ്പര തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ചാലക്കുടിയിൽ നിരവധിയായിട്ടുള്ള മോഷണങ്ങൾ നടക്കുന്നു. ഇതിപ്പോൾ ബൊലേറോ പിക്കപ്പ് വാഹനം അതാണ് മോഷ്ടിക്കപ്പെട്ടത്. നമ്മൾ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ചാവി അവിടെ വെച്ചിട്ട് 1 മിനിറ്റായാലും 2 മിനിറ്റായാലും ചാവി വാഹനത്തിൽ വെച്ച് ഇതൊക്കെ നോക്കി കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ വാഹനം അപഹരിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാൻ തോന്നി. അങ്ങനെ ഉടമയുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഉടനെ തന്നെ ഇതിന് വേണ്ടത്ര രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചു. പോലീസ് വലവിരിച്ചു. CI MK സജീവന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീമാണ് ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. അങ്ങനെ പ്രതിയെ പോലീസ് പിടികൂടി. നസീർ എന്ന് പറയുന്ന ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള പരിയാരം പഞ്ചായത്തിലെ മുനിപ്പാറ കിഴക്കന്തല വീട്ടിൽ നസീർ 50 വയസ്സ് എന്ന പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ അറിയിക്കുന്നത്.